പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രഹരിക്കുക യുദ്ധതന്ത്രങ്ങളിലെ ഏറ്റവും മാരകമായിട്ടുള്ള അധ്യായമാണത്. ഉപരോധങ്ങളും വ്യോമാക്രമണങ്ങളും പ്രതിരോധത്തെ ദുർബലമാക്കിയെന്ന് ലോകം കരുതിയ ഇടത്തു നിന്നാണ് ഇറാന്റെ പുതിയ നീക്കങ്ങൾ ആരംഭിക്കുന്നത്. ഒരു വശത്ത് തന്ത്രപരമായിട്ടുള്ള നിശബ്ദത പാലിച്ച് ഇറാൻ കരുക്കൾ നീക്കുമ്പോൾ മറുവശത്ത് അമേരിക്കയും ഇസ്രയേലും അതീവ ജാഗ്രതയിലാണ്. നയതന്ത്ര ചർച്ചകളുടെ വർത്തമാനങ്ങൾക്കിടയിലും പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി ഒഴിഞ്ഞു പോകുന്നില്ല എന്നതാണ്. സമാധാനം അവിടെയില്ല, അശാന്തിയാണ്. എന്തായാലും പ്രതികാരത്തിന്റെ രാഷ്ട്രീയവും തന്ത്രപരമായിട്ടുള്ള സൈനിക നീക്കങ്ങളുമായിട്ട് ഇറാൻ വീണ്ടും ഒരു വിസ്ഫോടനത്തിന് കളമൊരുക്കുകയാണോ എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ സംശയിക്കുന്നത്. പുറമേ ചർച്ചകളുടെ ശാന്തത കാണിക്കുമ്പോഴും ഉള്ളിൽ ജെറുസലേമിനെയും ഗൾഫിലെ അമേരിക്കൻ സഖ്യകക്ഷികളെയും ഒരേ സമയം ചാരമാക്കാൻ ശേഷിയുള്ള വൻ മിസൈൽ ഡ്രോൺ ആക്രമണത്തിന് ഇറാൻ നിശബ്ദമായിട്ട് നീക്കം തുടങ്ങിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതിന് ന്യൂസ് 80 പോലുള്ള പല ദേശീയ മാധ്യമങ്ങളും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. ശത്രുക്കൾ പോലും പ്രതീക്ഷിക്കാത്ത ഏത് നിമിഷവും ഒരു പൊട്ടിത്തെറിക്കാവുന്ന ഒരു രഹസ്യ ഓപ്പറേഷന് പിന്നിലെ ഞെട്ടിക്കുന്ന യുദ്ധതന്ത്രങ്ങൾ ആണ് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. അതെന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പശ്ചിമേഷ്യയെ വീണ്ടും ചോരക്കളമാക്കാൻ പോകുന്ന ആ ഒരു രീതിയാണ് ഈ ഇറാൻ ചെയ്തു കൂട്ടുന്നത്. അതൊരു സാധാരണ സൈനിക നീക്കമല്ല, ലോക രാഷ്ട്രീയത്തിന്റെ ദിശ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു ഭീഷണിയായിട്ടാണ് ഇപ്പോൾ രൂപം കൊള്ളുന്നത്. അത്തരം റിപ്പോർട്ടുകളാണ് വരുന്നത്. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും അതുപോലെ തന്നെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ഒരു സുരക്ഷാ വിലയിരുത്തലുണ്ട്. ആ പരിപാടിയിൽ ഇറാൻ ഏത് നിമിഷവും മുൻകൂർ ആക്രമണം ആരംഭിക്കാം എന്ന കാര്യമാണ് അവർ ഉയർത്തുന്നത്. അത്തരം വിലയിരുത്തലുകളാണ് ആ ഒരു ചർച്ചയിൽ നടന്നത്. ദി ജെറുസലേം പോസ്റ്റിന്റെ റിപ്പോർട്ട് പ്രകാരം ഇറാന്റെ സൈനിക നീക്കങ്ങളെ കുറിച്ച് ഇന്റലിജൻസ് ഏജൻസികൾ അതീവ ജാഗ്രതയിലാണുള്ളത്. പ്രത്യേകിച്ച് ജെറുസലേമിനെയും ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്കും നേരെയായിരിക്കും ആദ്യ പ്രഹരമെന്ന ആശങ്കയാണ് ഇസ്രയേലിനെയും അമേരിക്കയും കൂടുതൽ രീതിയിലേക്ക് ഭയപ്പെടുത്തുന്നത്. അത്തരം നീക്കങ്ങളാണ് നടക്കുന്നത് എന്നാണ് പറയുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഇപ്പോഴത്തെ ചർച്ചകൾ പുറമേ കാണുമ്പോൾ ഒരു സമാധാനത്തിലേക്കുള്ള നീക്കങ്ങളായിട്ട് തോന്നാമെങ്കിലും സത്യത്തിൽ അതല്ല അവസ്ഥ. അതായത് അത് ഒരു പരസ്പര അവിശ്വാസത്തിന്റെ മതിലുകൾക്കുള്ളിൽ നടക്കുന്ന അതീവ സംഘർഷഭരിതമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടമുണ്ട്. അതാണ് അവിടെ നടക്കുന്നത്. നേരിട്ടുള്ള കൂടിക്കാഴ്ചകൾക്ക് പകരം പരോക്ഷ ചർച്ചകൾ മാത്രമാണ് നടക്കുന്നത് എന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഭീമമായിട്ടുള്ള അവിശ്വാസത്തിന്റെ തെളിവാണ്. ഒരിക്കലും അമേരിക്കയെ വിശ്വസിക്കാൻ കഴിയില്ലെന്ന് ഇറാൻ അറിയാം. മാത്രമല്ല, ഇറാൻ പതുങ്ങിയിരിക്കുന്നത് അത്ര സുരക്ഷയല്ല എന്നുള്ളത് അമേരിക്കയ്ക്കും അറിയാം. അങ്ങനെ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ കരട് വാചകങ്ങൾ കൈമാറി സമാധാന കരാറിലേക്ക് എത്താൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും അതിന്റെ അടിത്തറ വളരെ ദുർബലമാണ്. അതായത് ഏത് നിമിഷവും അത് തകർന്നു വീഴാം എന്ന സ്ഥിതിയിലാണ് നിലകൊള്ളുന്നത്. ഈ പ്രതിസന്ധിയുടെ ഹൃദയഭാഗത്ത് നിലകൊള്ളുന്നത് ഇറാന്റെ ആണവ പദ്ധതി തന്നെയാണ്, അതായത് യുറേനിയം. എന്തായാലും ലോകത്തെ ഏറ്റവും വലിയ ഭീതിയിലേക്ക് തള്ളിവിടുന്ന ചോദ്യവും അത് തന്നെയാണ്. ഇറാൻ ആണവായുധ ശേഷിക്ക് എത്തിച്ചേരുകയാണോ? അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ പ്രകാരം ഇറാൻ ഇതിനോടകം തന്നെ 60% വരെ യുറേനിയം സമ്പുഷ്ടീകരിച്ചിട്ടുണ്ട്. ആണവായുധ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള 90% വളരെ അടുത്ത അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇറാന്റെ ഓരോ നീക്കവും ഇപ്പോൾ അമേരിക്ക അതീവ ജാഗ്രതയോടെ നിരീക്ഷിക്കുകയാണ് എന്നുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഇതിൽ ഭയമാണ് അമേരിക്കയ്ക്ക്. അമേരിക്കയുടെ ഏറ്റവും വലിയ ആവശ്യം ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാനിൽ നിന്ന് പുറത്തേക്ക് മാറ്റണം എന്നതാണ്. എന്നാൽ അതിന് ഇറാൻ ഒട്ടും തയ്യാറല്ല. ആണവശേഷി തങ്ങളുടെ ദേശീയ സുരക്ഷയുടെ ഭാഗമാണെന്നും വിദേശ സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ വഴങ്ങില്ല എന്നും ഇറാൻ ആവർത്തിച്ച് പറയുകയാണ്. മറുവശത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ്. അവർക്കത് കൈവശം വെക്കാൻ അനുവാദമില്ല, അല്ലെങ്കിൽ അനുവദിക്കില്ല, നമുക്കത് ലഭിച്ചാൽ നശിപ്പിക്കും എന്ന ട്രംപിന്റെ പരാമർശം തന്നെ അമേരിക്കയുടെ ഭാവി സൈനിക നീക്കങ്ങൾക്ക് സൂചന എന്ന രീതിയിലാണ് വിലയിരുത്തപ്പെടുന്നത്. അതായത് ഈ പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലവും അതീവ ഗുരുതരമായിട്ട് തുടരുകയാണ്. ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാനെതിരെ നടത്തിയ സംയുക്ത ആക്രമണമാണ് ഇപ്പോൾ ഈ ഒരു എപ്പിക് ഫ്യൂറി എന്ന് പറയുന്ന ആ ഒരു ആക്രമണം. അതിപ്പോഴത്തെ ഒരു വലിയ സംഘർഷത്തിന്റെ തുടക്കമായിരുന്നു അന്ന്. അതിന് പ്രതികാരമായിട്ട് ഇറാൻ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ മിസൈൽ ആക്രമണങ്ങൾ നടത്തി. എന്നാൽ തീർന്നില്ല. നിരവധി ഊർജ്ജ കേന്ദ്രങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ലക്ഷ്യമിട്ട ആക്രമണങ്ങൾ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇതിലും വലിയൊരു ആഘാതം ഉണ്ടാക്കിയത്
ഈ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ തടഞ്ഞതായിരുന്നു. അതായത് ഇറാൻ അതിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു, അവിടെ മറ്റു കാര്യങ്ങൾ കൊണ്ടുവന്നു ഇറാന്റെ രീതിയിലുള്ള. അപ്പോൾ അവിടെ ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ ഏകദേശം 1/5 കടന്നു പോകുന്ന അതീവ നിർണായക സമുദ്രപാതയാണ് അത് അടഞ്ഞതോടെ ആകെ പ്രതിസന്ധിയായി. അത് വലിയ രീതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള വ്യവസ്ഥയിൽ വിറയലുണ്ടാക്കി. എന്തായാലും ഇന്ധന വില കുതിച്ചുയർന്നു, ഓഹരി വിപണികൾ തകർച്ച നേരിട്ടു, യൂറോപ്പിൽ നിന്ന് ഏഷ്യ വരെയുള്ള രാജ്യങ്ങൾ ഭീതിയിലായി, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ നേരിട്ടു. കാരണം പശ്ചിമേഷ്യയിലെ ഇനിയൊരു യുദ്ധം പ്രാദേശിക പ്രശ്നമല്ല, അത് ലോകത്തെ സമ്പദ് വ്യവസ്ഥയെ മുഴുവൻ പിടിച്ചുകുലുക്കുന്ന ഒരു ആഗോള പ്രതിസന്ധിയായിട്ട് ഇതിലൂടെ മാറുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഹോർമുസ് അടച്ചപ്പോൾ മുതൽ. ഇപ്പോൾ ഏറ്റവും വലിയൊരു ആശങ്ക എന്ന് പറയുന്നത് സമാധാന ചർച്ചകൾ വെറും സമയം നേടാനുള്ള രാഷ്ട്രീയ തന്ത്രമാവുകയാണോ എന്നതാണ്. കാരണം ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോഴും മറുവശത്ത് ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണത്തിനായിട്ട് തയ്യാറെടുക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. അതായത് അതീവ ആശങ്കാജനകത്തിലാണ് ഈ അമേരിക്കയും ഇസ്രായേലും ഉള്ളത്. പ്രത്യേകിച്ച് ഡ്രോൺ യുദ്ധ സാങ്കേതിക വിദ്യയിൽ ഇറാൻ കഴിഞ്ഞ വർഷങ്ങളിൽ കൈവരിച്ച വളർച്ച അമേരിക്കയ്ക്കും അതുപോലെ തന്നെ ഇസ്രായേലിനും ഒരേപോലെ വെല്ലുവിളിയാകുന്ന ഒരു കാര്യമായിട്ട് മാറുകയാണ്. കുറഞ്ഞ ചിലവിൽ വൻ നാശം വിതയ്ക്കാൻ കഴിയുന്ന ആയിരക്കണക്കിന് ഡ്രോണുകൾ ഒരുമിച്ച് ഉപയോഗിക്കുന്ന സ്വാം അറ്റാക്ക് രീതിയിലാണ് ഇറാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ആകെ മൊത്തത്തിൽ പ്രശ്നത്തിലാണ്. ഇനി ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു ചെറിയ ആക്രമണങ്ങൾ നടന്നാൽ പോലും ഇറാന്റെ ഭാഗത്ത് നിന്ന് പിന്നീട് ഉണ്ടാകുന്നത് വലിയ ഒരു പ്രശ്നമായിരിക്കും, വലിയ ആക്രമണമായിരിക്കും. അതിൽ അമേരിക്ക മൊത്തത്തിൽ കത്തും എന്നതിൽ സംശയമില്ല. അത്തരം രീതിയിലേക്കാണ് ഇറാന്റെ കാര്യങ്ങൾ സജ്ജമായിരിക്കുന്നത്. വർഷങ്ങളായിട്ട് ഉപരോധങ്ങളും സാമ്പത്തിക സമ്മർദ്ദങ്ങളും രഹസ്യാക്രമണങ്ങളും സൈനിക ഭീഷണികളും നേരിട്ട ഇറാൻ ഇനി പിന്മാറാൻ തയ്യാറല്ല എന്ന സന്ദേശമാണ് ഓരോ നീക്കത്തിലൂടെയും നൽകുന്നത്. മാത്രമല്ല അവർ പലതവണയായിട്ട് പറയുന്നുണ്ട് ഞങ്ങളുടെ ആയുധങ്ങൾ നിങ്ങൾ ഇതുവരെ ശരിക്കും കണ്ടിട്ടില്ല എന്നത്. അത് തന്നെ മതി. എന്തായാലും അമേരിക്കയും ഇസ്രയേലും ഇറാനെ കോണിലാക്കി തളർത്തി എന്നാണ് കരുതിയത്. പക്ഷേ ചരിത്രത്തിൽ പലപ്പോഴും ഏറ്റവും അപകടകാരിയായിട്ടുള്ള നിമിഷം എന്നത് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതപ്പെട്ട ശക്തി തിരിച്ചടിക്കാൻ തീരുമാനിക്കുന്ന നിമിഷമായിരുന്നു. അതായത് ഇറാൻ ഒന്നും തന്നെ നഷ്ടപ്പെട്ടില്ല, ഇറാൻ വീണ്ടും സജ്ജമാണ് എന്നതിന് അർത്ഥം. അതിലേറെ ഭയാനകമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അത്തരം ഒരു ആക്രമണം വിജയകരമായി കഴിഞ്ഞാൽ അത് അമേരിക്കയ്ക്കും ഇസ്രയേലിനും സൈനിക പരാജയം മാത്രമാകില്ല എന്നതാണ്. സാമ്പത്തികമായിട്ടും മൊത്തത്തിൽ നഷ്ടപ്പെടും. ലോകത്തെ നിയന്ത്രിക്കുന്ന മഹാശക്തികൾ എന്ന അവകാശവാദത്തിന് മേലുള്ള ഏറ്റവും വലിയൊരു ചോദ്യമായിട്ട് അത് മാറുകയും ചെയ്യും. ആ പട്ടമൊക്കെ മാറും. ലോക പോലീസ്, ലോകശക്തി എന്ന് പറയുന്ന പട്ടങ്ങളൊക്കെ മാറും. പതിറ്റാണ്ടുകളായിട്ട് അജയ്യർ എന്ന് കരുതപ്പെട്ട അമേരിക്കൻ ഇസ്രായേൽ സൈനിക പ്രതിരോധ സംവിധാനങ്ങൾ തകർന്നു വീഴുന്ന കാഴ്ച ലോകം കണ്ടാൽ അത് അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാണക്കേടിൽ ഒന്നായിട്ട് പോലും അവർ വിലയിരുത്തപ്പെടും. അത്തരം ഒരു നീക്കങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ഒരു കാലത്ത് ലോകത്തെ ഭയപ്പെടുത്തിയത് അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളായിരുന്നു. എന്നാൽ ഇന്ന് ആ യുദ്ധവിമാനങ്ങൾക്ക് ഇറാന്റെ മുന്നിൽ പുല്ല് വിലയാണ് എന്നുള്ളതാണ്. കാരണം അതിനെയെല്ലാം തകർത്തെറിഞ്ഞ് ഇറാൻ വീണ്ടും ഒരു യുദ്ധത്തിന് ഇറങ്ങുകയാണ്. അപ്പോൾ ആ ഒരു യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ ഇന്ന് ഒരു ലോകശക്തി എന്ന് നമുക്ക് ഒരുപക്ഷെ വിശേഷിപ്പിക്കാവുന്നത് ഇറാനെ ആയിരിക്കാം. കാരണം ഇറാന്റെ നീക്കങ്ങളുടെ മുന്നിൽ അമേരിക്കയും ഇസ്രയേലും പതറുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. മാത്രമല്ല ഈ പറയുന്നത് പോലെ തന്നെ ഇറാന്റെ ആയുധശേഖരണം, അവരുടെ ബലം, അവരുടെ മനോധൈര്യം എന്നതൊക്കെ ഈ അമേരിക്കയ്ക്ക് മുന്നിൽ എത്രയോ വലുതാണ് എന്ന് തുറന്നു കാട്ടുന്നതാണ് ഇപ്പോൾ നടക്കുന്ന ഓരോ നീക്കങ്ങളും.